അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദീപ്തി ചിന്നുവിനോട് ചോദിക്കുക, എന്താ മോളെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്ക് കൂടിയോ എന്ന് ചോദിക്കുമ്പോഴും ചിന്നും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പിന്നീട് ദീപ്തിയും ചിന്നും കൂടി അകത്തേക്ക് പോകുമ്പോൾ രമ്യയും മഞ്ജുവും കൂടി വരികയാണ് കേട്ടോ. എന്താ പ്രശ്നം, എന്താണ് ഇന്ന് വന്നില്ലല്ലോ, അർച്ചന എന്താ വന്നില്ല, ഇവർ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ ചോദിക്കുമ്പോൾ അതൊന്നും അല്ല, അർച്ചനയ്ക്ക് രുക്കും അച്ചും ഇവിടുന്ന് പോയി, അതുകൊണ്ടാണ് വിഷമം പറയും. രുക്കും അച്ചും പോവുക, എവിടേക്കാണ് അവർ പോയത് ചോദിച്ചു. അവരെവിടേക്കാണ് പോവുക, ചന്ദ്രകാന്തത്തിലേക്കാണ് പോയത് എന്ന് പറയും. അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ ഇവിടെ ഉണ്ടായത് എന്ന് പറയണം കേട്ടോ. മഞ്ജു പൊടുപ്പും തൊങ്ങലും വെച്ചിട്ട് പറയണം, മൂന്തൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അത് കേൾക്കുമ്പോൾ രമ്യയും പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും ശരി, അവർ അങ്ങോട്ട് പോകുന്ന ആരും വിചാരിച്ചില്ല, അത് ചേച്ചിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ മഞ്ജു ഇങ്ങനെ കുറ്റപ്പെടുത്തും പോലെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ദീപ്തി പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ എനിക്കറിയാം, അർച്ചന പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഇനി കൂടുതലൊന്നും പറയണ്ട എന്ന് ദീപ്തി പറയണം കേട്ടോ. അതിനുശേഷം അർച്ചനയുടെ റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് പോകുമ്പോൾ അർച്ചന അങ്ങനെ കരഞ്ഞ് തളർന്നിരിക്കുകയായിരിക്കും കേട്ടോ. ദീപ്തിയെ കണ്ടതും തന്നെ അർച്ചന ഒരുപാട് കരയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, ആരാണോ പോവാതിരിക്കേണ്ടതെന്ന് വിചാരിച്ചത് അവനാണ് പോയത്, എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല, അവന് എന്താണ് ഇങ്ങനെ പറ്റിയതെന്ന് എനിക്കറിയില്ല, പറഞ്ഞുറപ്പിച്ച പോലെയായിരുന്നു അവർ രണ്ടുപേരും കൂടി പോയത്, ഞാനിങ്ങനെ തളർന്ന അവശയായി ഇരുന്നിട്ടും കൂടി അവനൊന്നും വന്നില്ല എന്നെല്ലാം പറഞ്ഞ് അർച്ചന ഇങ്ങനെ കരയാണ്. ഞാൻ എൻ്റെ സഹോദരങ്ങളെ എങ്ങനെയാണ് കരുതിയത്, ഞാൻ എൻ്റെ സഹോദരങ്ങളായിട്ടല്ല കരുതിയത്, ഞാൻ അവരെ മക്കളെ പോലെയാണ് കരുതിയത് എന്നെല്ലാം പറയണം കേട്ടോ. അതേസമയം ദീപ്തി ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, സാരമില്ല, അവൻ പോയിട്ട് വന്നോളും, 2 ദിവസം കഴിയുമ്പോൾ അവൻ വന്നോളും, അവനും ഇതുപോലെ വിഷമം ഉണ്ടാകുമല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അവൻ പോയി, അവന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല, കാരണം അവനെ താങ്ങായിട്ട് അവൻ്റെ ഭാര്യ രുക്കുണ്ട്, അതേപോലെ തന്നെ മുകുന്ദനും അനന്തനും എല്ലാം അവരവരുടെ ഭാര്യമാരുണ്ട്. നിനക്ക് ആരാ ഉള്ളത്, നിനക്ക് ഈ ഒന്നും അറിയാത്ത ഈ കൊച്ചല്ലുള്ളൂ, നിനക്കൊരു ജീവിത പങ്കാളി വേണ്ടേ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. എനിക്കൊരു വിഷമം വരുമ്പോൾ എൻ്റെ രമേശ് ഏട്ടനാണ് എൻ്റെ സഹായം, എനിക്കൊരു ജീവിത പങ്കാളി വേണ്ടേ, എനിക്കൊരു ജീവിത പങ്കാളി ഉണ്ടായിരുന്നല്ലോ, എന്നെയും മോളെയും എൻ്റെ സഹോദരങ്ങളെയും പെരുവഴിയിലിട്ടിട്ടാണല്ലോ പോയത്, ഇനി എനിക്കത് വേണ്ട എന്നിങ്ങനെ പറയും കേട്ടോ. അതേസമയം ചിന്നു വന്നിട്ട് പറയും, അമ്മ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല എന്നിങ്ങനെ പറയും. എന്തിനാ നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, അവൾക്ക് വിഷമമല്ലേ മോൾക്കത് എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. പിന്നീട് ചിന്നു ഭക്ഷണം എടുക്കാൻ പോവുകയാണ്. ഇനി എപ്പോഴാണ് കോടതിയിലേക്ക് വരുന്നത് എന്ന് ചോദിക്കും. ഇന്ന് ഞാൻ എന്തായാലും വരുന്നില്ല, നാളെയേ വരുന്നുള്ളൂ എന്ന് പറയാണ്. അതേസമയം ദീപ്തി ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ, പലതും പറഞ്ഞ് അർച്ചനെ ആശ്വസിപ്പിക്കണം, നീ വിഷമിക്കേണ്ട, അച്ചു എന്തായാലും വരും, വരാതിരിക്കില്ല, അവൻ എന്തായാലും വരും, പിന്നെ മുകുന്ദൻ ഒരിക്കലും തെറ്റുകാരനല്ല എന്ന് ദീപ്തി പറയണം. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നീയെങ്കിലും മുകുന്ദനെ വിശ്വസിച്ചല്ലോ, അത്രയും കൂടി അച്ചു വിശ്വസിച്ചില്ലല്ലോ എന്നെല്ലാം പറയാണ്. ഒരുപാട് ആശ്വസിപ്പിച്ചതിന് ശേഷം ദീപ്തി പോവുകയാണ് കേട്ടോ. പിന്നീട് ചിന്നു ഭക്ഷണം കൊണ്ടുവരികയാണ് കേട്ടോ. അതേസമയം ദീപ്തി പറയുന്നുണ്ട്, അവൾ ഭക്ഷണം കൊണ്ടുവന്ന് നീ കഴിക്കണം, അല്ലെങ്കിൽ അവൾക്കല്ലേ വിഷമം എന്നിങ്ങനെ പറയാണ്. പിന്നീട് ചിന്നു ഭക്ഷണം അവിടെ വെച്ചോ മോളെ, ഞാൻ കഴിച്ചോളാം എന്ന് പറയും. വേണ്ട അമ്മേ, അമ്മ ഭക്ഷണം കഴിക്കുക, അമ്മ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ചിന്നു പറയും, ഞാൻ വാരിത്തരാം, ഞാൻ എന്തായാലും വാരിത്തരാം അമ്മയ്ക്ക്, ഞാൻ വാരിത്തരാം എന്ന് പറഞ്ഞതിന് ശേഷം ചിന്നു അമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കണം കേട്ടോ. അമ്മ എനിക്ക് ഒരുപാട് കാലം ചെറുതായിരിക്കുമ്പോൾ ഭക്ഷണം വാരി തന്നിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ എന്ന് വിചാരിച്ചിട്ട് വാരി കൊടുക്കണം കേട്ടോ. അതേപോലെ അർച്ചന മോൾക്കും വാരി കൊടുക്കുകയാണ് കേട്ടോ. അവർ രണ്ടുപേരും അങ്ങനെ പരസ്പരം വാരി കൊടുത്ത് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. പിന്നീട് അതേസമയം ചന്ദ്രകാന്തത്ത് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. പിന്നീട് മധുബാല JK അന്വേഷിച്ചിട്ട് ആ ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. ആ സ്റ്റാഫിന് കണ്ടത് തന്നെ മനസ്സിലായി, പക്ഷേ ആ സ്റ്റാഫ് അറിയാത്ത പോലെ തന്നെ ചോദിക്കുകയാണ്, എന്താ മാഡം എന്താണ് എന്ന് ചോദിക്കും. നിനക്ക് എന്നെ കണ്ട പരിചയമില്ലേ ചോദിക്കില്ല, എനിക്ക് കണ്ട പരിചയമില്ലല്ലോ, എന്താ അന്ന് വന്നിരുന്നുല്ലേ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. നിനക്കറിയില്ല, എന്താ മാഡം വന്നത്, JK സാർ ഇവിടെ ഇല്ല എന്ന് പറയും. ഞാൻ JK സാറെ അന്വേഷിച്ച് വന്നതൊന്നല്ല, എനിക്കൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു റൂം എനിക്കിവിടെ വേണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം ആ സ്റ്റാഫ് പറയുന്നുണ്ട്, ഇവിടെ റൂം കൊടുത്തു കഴിഞ്ഞാൽ അത് കുരിശാകുമല്ലോ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് JK കാണുന്നുണ്ട് കേട്ടോ മധുബാലയെ. പെട്ടെന്ന് തന്നെ പോക്കറ്റിൽ കിടക്കുന്ന മദ്യക്കുപ്പി എടുത്തിട്ട് JK കുടിച്ചിട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് ആ സ്റ്റാഫ് പറയും, അയ്യോ ഇവിടേക്ക് ഒരാഴ്ചയ്ക്ക് റൂമുകളില്ല എന്നിങ്ങനെ പറയും, എനിക്കൊരു AC റൂം വേണം, ഇവിടെ ഒരാഴ്ചയ്ക്ക് റൂമില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ മധുബാല പറയേണ്ടത്, എന്താ നിൻ്റെ JK സാർ പറഞ്ഞോ എനിക്ക് റൂം തരരുത് എന്നിങ്ങനെ പറഞ്ഞോ ചോദിക്കേ. അതൊന്നുമല്ല, നിങ്ങൾ എത്ര തന്നെ പറഞ്ഞാലും ശരി, ഞാൻ വന്നു എന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞതിന് ശേഷം മധുബാല പോവുകയാണ് കേട്ടോ. മധുബാല പോയതും JK വരികയാണ്. JK വന്നിട്ട് എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കണം. അവർക്ക് റൂം വേണം പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട്, അവർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, അവരെന്നെ ശല്യം ചെയ്യണ്, കല്യാണം കഴിക്കണം പറഞ്ഞിട്ട്, എനിക്കത് പറ്റില്ല, അതുകൊണ്ടാണ്, ഒരു ജഡ്ജിയുടെ മകളാണ്,
അതുകൊണ്ട് ഭയങ്കര പിന്നിൽ ശല്യം നടക്കുകയാണ് എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ സ്റ്റാഫ് ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ ഇതുവരെ എന്ന് ചോദിക്കും. എന്താ നീ എനിക്ക് കല്യാണം ഉണ്ടാക്കാനുണ്ടോ, പ്ലാനുണ്ടോ എന്ന് ചോദിക്കണം. എന്തായാലും ശരി, അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഞാനില്ല എന്ന് പറയണം എന്ന് JK പറയണം കേട്ടോ. പിന്നീട് കാണിക്കുന്ന ചന്ദ്രകാന്തത്തിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കണം കേട്ടോ. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അച്ഛനെ വിളിക്കുക എന്ന് പറയും. അച്ഛനെ വിളിക്കുക എന്ന് പറയുമ്പോൾ അച്ഛനും ഇപ്പോൾ ഭക്ഷണം വേണ്ടെന്നാണ് പറയുന്നത് പറയും. രുക്കുനോട് ചോദിക്കും, എന്താ നിനക്ക്, എന്താ അവനെ ചോദിക്കും. ആകെ അറിയില്ല, വന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല, ആകെ വിഷമമാണ് എന്ന് പറയുമ്പോൾ വിമല പറയുന്നുണ്ട്, അവൻ അവിടെ നിന്നും വന്നതല്ലേ, എത്രയാണെങ്കിലും വിഷമമുണ്ടാകും എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിനക്ക് അവൻ ഇവിടെ വന്നതിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കണം. നിൻ്റെ സംസാരം കേട്ടാൽ അങ്ങനെയാണല്ലോ എന്ന്. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ പറയും. സത്യം പറയുന്നുണ്ട്, അവനെ ആരും പിടിച്ച് വലിച്ചു കൊണ്ടുവന്നതല്ലേ, അവൻ സ്വന്തം പ്രകാരം വന്നതല്ലേ, പിന്നെന്താ പ്രശ്നം എന്നിങ്ങനെ പറയണം. അതേസമയം വിജയശങ്കർ പറയണം, അതുണ്ടാകും, എന്തായാലും 2 ദിവസം അങ്ങനെ വിഷമം ഉണ്ടാകും രുക്കു, അത് നീ വേണം ശരിയാക്കാനേ എന്നിങ്ങനെ പറയണം കേട്ടോ. ഞങ്ങളിവിടെ സന്തോഷത്തോടു കൂടി ഇരിക്കാനാണ് വന്നത്, അതിപ്പോൾ സങ്കടമാകും പറയണം. വേണ്ട, ഞാൻ അവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ശരിയാക്കാൻ ഞാൻ പോയിട്ട് അവനോട് കമ്പനി കൂടാ എന്നിങ്ങനെ പറയുമ്പോൾ രുക്കു വിചാരിക്കുകയാണ്, ഇനി അച്ചുവിന് കുടിച്ചു പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നിങ്ങനെ രുക്കു സംശയിക്കുകയാണ്.